പാർട്ടി തീരുമാനിക്കും. ജോസ് കെ മാണി മത്സരിക്കും. പിന്നെ ജോസ് കെ മാണി മത്സരിക്കുന്ന ആലോചനയുടെ കാര്യമുണ്ടോ? അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ ആ സമയത്ത് പുറപ്പെടുവിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. പാലായത്തിനെ മത്സരിക്കും. എല്ലാ വികസിത രാജ്യങ്ങളും ഇവിടെ വന്യമൃഗത്തിന്റെ ജനസംഖ്യ കൂടുമ്പോൾ കാട്ടിക്കയറി വെടിവെക്കാറുണ്ട്. അതല്ലേ ഇപ്പൊ കേരള സംസ്ഥാനം എന്തുകൊണ്ട് കാട്ടിക്കയറി വെടിവെക്കാൻ വേല എന്ന് ചോദിക്കുന്നത്? നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ഉത്തരം പറയും? എന്ത് ഉത്തരം പറയും? അത് തന്നെയാണ് പറയുന്നത്. കേന്ദ്രത്തിന് നിയമം മാറ്റിയാലേ പറ്റൂ. കേന്ദ്രത്തിന്റെ നിയമം ഞമ്മക്ക് പുറത്തേക്ക് വരുന്ന വെടിവെക്കാൻ ആ നിയമത്തില് ഞങ്ങൾക്ക് സംരക്ഷണം നൽകുന്നില്ല. അത് കൺകറന്റ് എന്തുകൊണ്ടാണ് മനസ്സിലാകുന്നില്ല? കൺകറന്റ് ലിസ്റ്റിൽ അവരാണ് ചെയ്യേണ്ടത്. അതാണ് കൊല്ലുന്നത് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിന് നടപടി കൊണ്ടുണ്ടാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കോൺഗ്രസ് തലയിലല്ല, ഇവിടെ കേന്ദ്ര നിയമം അത് അമെന്റ് ചെയ്തേ പറ്റൂ. ആര് കൊണ്ടുവന്നത് ആയിക്കോട്ടെ, ഇപ്പൊ വേണം BJPക്ക് അമെന്റ് ചെയ്യാമല്ലോ. അതെ പറഞ്ഞു അതെ 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 നിയമം ആര് ഏത് ഗവൺമെന്റ് കൊണ്ടുവരുന്നുള്ളതല്ലോ. ആ നിയമങ്ങളൊക്കെ മറികടക്കാനും തിരുത്താനും ഒക്കെ ഞാൻ കോൺഗ്രസ് ഗവൺമെന്റിനെ അവരോട് അവരുടെ കുറ്റമല്ല ഞാൻ പറയുന്നത്. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിന്ന് പോരാടാൻ മേലെ കേന്ദ്രത്തിൽ അത്ര ചോദ്യം ചോദിച്ചുള്ളൂ. കൈ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ ഒന്നും അപ്പളേ ഈ അദ്ദേഹത്തിന്റെ കഴിവുകേട് പുറത്തു പറയാനും അതിനെ ന്യായീകരിക്കാനും ഒരു ജാള്യതയില്ല. അതാണ്. അപ്പോൾ അരി എത്രയാന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാളി എന്ന് പറയുന്ന പോലെയാണ്. അദ്ദേഹം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നുള്ളതേ പറയൂ. അത് ഏത് MLA ആണെങ്കിലും ഞാനത് ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഉത്തരവില്ലാത്തത് കൊണ്ട് അതിന്റെ സബ്ജക്ട് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിച്ചത് എന്ത് വെല്ലുവിളിയാണ്? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ ഉത്തരം മുട്ടുമ്പോൾ പഞ്ചനം കാണിക്കുന്നതിന് ഞാൻ ഉത്തരം പറയണം. കേരള കോൺഗ്രസ് പറഞ്ഞു ഏറ്റവും സ്നേഹമുള്ള ആളാ. വിലയിരുത്തൽ ഞങ്ങളിൽ പോയ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ആവേശകരമായ, അത് ഇടതുപക്ഷം മാത്രമല്ല, നിങ്ങൾ വന്ന് നോക്കിക്കോളൂ എങ്ങനെയുണ്ട് അവിടുത്തെ റിയാക്ഷൻ എന്നൊന്ന് നോക്കിക്കോളൂ. ജനം അത് സ്വീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ചില പദ്ധതികൾ. ശരിയാണ്. ഇപ്പം ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്, പ്രതിപക്ഷം എന്താ ചെയ്യുന്ന ആരോപണങ്ങളും അല്ലെങ്കിൽ പിന്നെ സമരങ്ങളും അവർ ചർച്ച ചെയ്യാൻ പോലും തയ്യാറല്ലല്ലോ. ഒരു കാര്യം പറയട്ടെ, ഇനി അടുത്ത പ്രകടന പത്രികയിൽ ഞങ്ങള് ഇന്നതാണ് ചെയ്യുന്നത്. ഒരു പുതിയ യുഗമാണല്ലോ പറയുന്നത്. ആ യുഗത്തിൽ എന്താ പുതിയതുള്ളത് പറയുന്നില്ല. സസ്പെൻഷൻ നിർത്തുകയാണോ? അത് പാർട്ടി തീരുമാനിക്കും. ആര് മത്സരിക്കണം, പാർട്ടിക്കകത്ത് ആര് മത്സരിക്കണം എന്നത് പാർട്ടി തീരുമാനിക്കും. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. പാർട്ടി തീരുമാനിക്കും. ജോസ് കെ മാണി മത്സരിക്കും. പിന്നെ ജോസ് കെ മാണി മത്സരിക്കുന്ന ആലോചനയുടെ കാര്യമുണ്ടോ? അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ ആ സമയത്ത് പുറപ്പെടുവിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. പാലായത്തിനെ മത്സരിക്കും. അല്ല, അത് എവിടെ മത്സരിക്കണമെന്ന് നിങ്ങൾ പറ. ഒന്ന്, ജോസ് കെ മാണി മത്സരിക്കണോ ഇല്ലയോ എന്ന് പറ. അതാണ് പറഞ്ഞു അത് പറ. നിങ്ങൾ പറ. പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ തീരുമാനം എടുക്കാം.